സിംഗിൾ പീസ് ഡ്രസ് കൺസെപ്റ്റിലേക്കുള്ള അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ പോലെ നമ്മുടെ ഒരു വുഡൻ കളർ എന്ന് പറയാം. ഇതിനകത്തേക്ക് ബ്രൗണും ബ്ലാക്കും അതുപോലെ ചിക്കു ഷെയ്ഡും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന പ്രിൻറ്റുകളാണ്. ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രോക്ക് കൺസെപ്റ്റ്, അതായത് ഒരു എലൈൻ കട്ടിങ് കൊടുത്തിട്ട് ഇവിടേക്കായിട്ട് കുറച്ച് ഗ്യാദേഴ്സും ഉണ്ട്. ടോപ്പിന് നമ്മൾ വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. പഫ് സ്ലീവ് അല്ല, പക്ഷെ നമ്മൾ എൽബോ സ്ലീവ് കൊടുത്ത് താഴെ ഇവിടേക്കായിട്ട് കുറച്ച് ഗ്യാദേഴ്സും അത് കഴിഞ്ഞിട്ടൊരു പടിയും കൊടുത്തിട്ടുണ്ട്. 729 റേറ്റിലേക്കാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 47 ആട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ബാക്കിലേക്ക് പ്ലെയിൻ എയർലൈൻ കട്ടിങ്ങാണ് വരുന്നത്. വേറെ ഒരു ഷെയ്ഡ്സും കൂടെ ഉണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടി വന്നേക്കുന്നത്. എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് ഡെയിലി വിയർ കാഷ്വൽ വിയർ കാറ്റഗറിയിലേക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സസ്. അപ്പോൾ ഇതിനകത്ത് ബാക്കി ഷെയ്ഡ്സും കൂടെ നമുക്ക് കാണാം. അതുകൊണ്ട് നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലേക്കാട്ടോ. സെയിം പാറ്റേണിലേക്ക് തന്നെ നമ്മൾ ഇതും ചെയ്തേക്കുന്നത്. 729 റേറ്റിലേക്ക് തന്നെ. പിങ്കും ഗ്രേയും കൂടെ ബ്ലെൻഡ് ചെയ്ത് വന്നേക്കുന്ന ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന പ്രിന്റുകളും കൂടെയാണ്. സിമ്പിളായിട്ട് നമ്മുടെ ഡെയിലി വിയർ കാഷ്വൽ വിയറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റും കൂടെ ആട്ടോ. അപ്പോൾ ആദ്യത്തെ കുറച്ച് വീഡിയോസ് വീട്ടിൽ നിന്ന് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ബാക്കി വീഡിയോസ് ഇവിടെ നിന്ന് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ്. ഹാൻഡ് വീവ്ഡ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് ഇത് വന്നേക്കുന്നത്. ആ സ്ട്രൈപ്സിൻ്റെ അതേ പാറ്റേണിലേക്ക് തന്നെയാണ്. അതിന് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനും കൂടിയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഞാൻ ഒരുപാട് വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ ഒരു ടോപ്പും ബോട്ടവും ദുപ്പട്ടയൊക്കെയുള്ള ചുരിദാറിൻ്റെ ആ ഒരു സെറ്റ് ഇടുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ കുർത്തി സെറ്റ് ഇടുന്നതിനെക്കാട്ടിലും എപ്പോഴും ഇഷ്ടം ഇങ്ങനത്തെ സിംഗിൾ പീസ് ഡ്രസ്സുകൾ ഇടുന്നതാണ്. ഇപ്പോഴത്തെ ഒരു ടീനേജ് തൊട്ടിട്ട് ഒരു 40 ഇയേഴ്സ് ഒക്കെ വരെയുള്ള എല്ലാവർക്കും തന്നെ ഇഷ്ടം ഇപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സുകളാണ്. കാരണം ഇതിന് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ഒരു ലുക്ക് കുറച്ചും കൂടെ കൂട്ടും. ഒരു ഇൻഡോ വെസ്റ്റേൺ ഡ്രസ് കൺസെപ്റ്റിലേക്ക് മാറി കഴിയുമ്പോഴത്തേക്കിന് ഇത് നമ്മൾ സാധാരണ നമ്മുടെ പ്രിന്റഡ് കോട്ടൺ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന എല്ലാ പ്രിന്റുകളും തന്നെ ഓൾമോസ്റ്റ് സ്ട്രൈപ്പ് പാറ്റേണിലേക്കുള്ളതാണ്. അപ്പോൾ ഇത് വന്നേക്കുന്നത് പറഞ്ഞാൽ ഒരു 6 കൈൻഡ് ഓഫ് രീതിയിലേക്ക് ഇതിൻ്റെ പ്രിന്റുകൾ വന്നേക്കുന്നത്. മൾട്ടിപ്പിൾ കളേഴ്സിൻ്റെ പ്രിന്റുകളുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആണ് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലേക്കാട്ടോ. ഇതിനകത്തൊക്കെ നല്ല ഭംഗിയായിട്ട് ഈ ഒരു പ്രിന്റുകൾ വന്നേക്കുന്നത്. ബ്ലാക്ക് ഡ്രസ് ഇഷ്ടപ്പെടുന്ന എന്നെപ്പോലുള്ളവർക്ക് എന്താണെങ്കിലും ഇത് ഇഷ്ടപ്പെടും. നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഒരു ബ്രൗൺ കളറിലേക്കാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന പ്രിന്റുകളാണ് ഇതിൻ്റെയും ആ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലേക്ക് തന്നെ. അപ്പോൾ ആ ഒരു സ്ട്രൈപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡിസൈനിലേക്കാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സുകളെല്ലാം തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾ 2-3 എണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓഫീസ് വിയർ ആയിട്ടും ക്യാഷ്വൽ വിയർ ആയിട്ടും ഡെയിലി വിയർ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് മാറി മാറി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റും കൂടെയാണ്. നമ്മൾ അത്ര ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലേക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ബ്രിക്ക് റെഡ് കളറിലേക്കാട്ടോ. അതിനകത്തേക്ക് ഒരു ബ്ലൂ കളറിലേക്ക് കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന പ്രിന്റുകളാണ് വരുന്നത്. അതും സ്ട്രൈപ്പ് പാറ്റേണിലേക്ക് തന്നെ. ഇഷ്ടപ്പെട്ട ഒരു വേഗം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കൂടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളാം.